ഔ സദഖതൻ, പിന്നെ നിങ്ങളുടെ മരണശേഷം ഉപകാരപ്പെടുന്ന ഒരു സ്വതക്കയുണ്ട്. അഖ്റജഹാ മിൻ മാലിഹി ഫീ സുഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു മിൻ ബഅദി മൗതിഹി. ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്ത സ്വതക്ക, വഫാത്താകുന്ന നേരത്തെ വസിയത്തുണ്ട്. ഇന്നല്ലാഹ തആല അഅതാകും ഇൻദ വഫാതികും സുലുസ അംവാലികും സിയാദതൻ ഫീ അഅമാലികും. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് 1/3 നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ വസിയത്ത് ചെയ്താൽ പോലും സമ്പത്തിന്റെ 1/3 അത് സാധ്യമാവുക. മരിക്കാൻ കിടക്കുമ്പോ ഏകദേശമൊക്കെ സക്കറാത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ സമ്പത്ത്, എന്റെ ആ ബിൽഡിംഗ്, ആ സ്ഥലം, എന്റെ വീട്, അല്ലെങ്കിൽ എന്റെ കച്ചവടം, എന്റെ വരുമാനം പള്ളിക്കാണ്, മദ്രസക്കാണ്, ദീനിനാണ്, വസിയത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മൊത്തം സമ്പത്ത് കൂട്ടി നോക്കിയാൽ 1/3 വരെ നിങ്ങളുടെ വസിയത്ത് നടപ്പാക്കാൻ പറ്റും. 1/1 കൂടുകയാണെങ്കിൽ എടുക്കൂല. 1/2 അനന്തരാവകാശികൾക്കുള്ളതാണ്. 1/1 നിങ്ങളുടെ വസിയത്ത് നടപ്പാവും. ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. ഇന്നല്ലാഹ തആല അഅതാകും ഇൻദ വഫാതികും സുലുസ അംവാലികും. സമ്പത്തിന്റെ 1/1 നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്റെ കാലശേഷം എന്റെ സമ്പത്തിന്റെ സ്ഥലത്തേക്ക് കൊടുക്കണം. മരിക്കാൻ കിടക്കുന്ന ബെഡിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും, അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകിയത് ഒരു നിഅമതാണ്. സിയാദതൻ ഫീ അഅമാലികും, നിങ്ങളുടെ അമലിന് നിങ്ങൾക്ക് വർധനവ് ലഭിക്കാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്.